നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ ആദ്യഘട്ടമായ വാരഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ മേഖലയിൽ ഉണർവ് അനുഭവപ്പെടും. മേലാധികാരികളുടെ പ്രീതിയും സജ്ജന ബഹുമാന്യതയും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും വളരെയധികം ഗുണം ചെയ്യുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കുമെങ്കിൽ കൂടിയും ദമ്പതിമാർക്കിടയിൽ കലഹസാധ്യതയും കാണുന്നുണ്ട്. വാഹനം, ഭൂമി മുതലായവയിൽ കൂടി നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യപരമായ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടിച്ചേക്കാം. പ്രണയം, മറ്റ് സ്നേഹബന്ധങ്ങൾ മുതലായവയിലൂടെ മനസ്സമാധാനക്കുറവിനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായിരിക്കുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാരം ആരോഗ്യാവസ്ഥ ഗുണപ്രദം. കുടുംബത്തിൽ നിലനിന്നിരുന്നതായ പ്രശ്നങ്ങളൊക്കെ സമാധാനം കണ്ടെത്തുവാൻ കഴിയും. പൂർവിക സമ്പത്തിനെയോ നിലനിന്നിരുന്ന മറ്റ് കാര്യങ്ങളെയോ ചൊല്ലി പ്രശ്നസാധ്യതയ്ക്കും സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്കും അത്ര കണ്ട് ഗുണപ്രദമല്ല. സന്താനാരിഷ്ടത, സഹോദരാദികളുമായി വേർപാട് എന്നിവയ്ക്കും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സഹായ മനസ്ഥിതിയുള്ള വ്യക്തികളുടെ അകൽച്ച മനപ്രയാസം ഉണ്ടാക്കുവാനും ഇടയുണ്ടാക്കും. സർക്കാർ മേഖലയിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് പല വിധത്തിലുള്ളതായിരിക്കുന്ന തടസ്സങ്ങൾ അനുഭവമാകാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി മഹാഗണപതിക്ക് യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകയിരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദ നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം എതിർപ്പുകൾ വകവയ്ക്കാതെ പ്രവർത്തിക്കുന്ന നിമിത്തം ഗുണാഭിവൃദ്ധി ഉണ്ടാകും. ഊഹക്കച്ചവടത്തിൽ ലാഭവും സാമ്പത്തികമായി മുന്നേറ്റവും പ്രതീക്ഷിക്കാം. വിവാഹം മുതലായ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനും ബന്ധു സമാഗമത്തിനും സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായി വന്നേക്കാം. പതനഭയം കാണുന്നതിനാൽ വാഹനാദികൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുഭജനം നടത്തി വരുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദ നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യ നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം പൊതുവെ വലിയ രീതിയിൽ ദോഷമില്ല. ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ ശമനവും സഹോദരാദികളൊക്കെ അഭിവൃദ്ധികളും പ്രതീക്ഷിക്കാം. സന്താനാദികൾക്കും പൊതുവെ ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും ദേവാലയങ്ങളിൽ പോകുവാനും അവസരങ്ങൾ ലഭിക്കും. തൊഴിലിൽ തടസ്സത്തിലുള്ളതായിരിക്കുന്ന സാധ്യത കാണപ്പെടും. വരുമാനം ഉണ്ടാകുമെങ്കിൽ കൂടിയും അനാവശ്യവും അപ്രതീക്ഷിതവുമായ ചിലവുകളാൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാം. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ലളിതാ സഹസ്രനാമ അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം പ്രവർത്തനക്ഷമത ഉള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായും ഈ വാരം പൊതുവെ ദോഷമില്ല. കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കുന്ന സമയമാണ്. സ്വർണം, അലങ്കാരപ്പണികൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായിരിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പക്ഷേ അത്ര കണ്ട് അനുകൂലമല്ല. ചികിത്സാ രംഗത്തുള്ളവർക്കും പലവിധ ദോഷങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശിവെങ്കിൽ ഈ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്നിരാശി. ഉത്തര നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രാ നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്യരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യാവസ്ഥ ഗുണപ്രദം. നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ അയവ് വരുവാനും സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങുവാനും ഈ വാരം സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും വളരെയധികം ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ്. കുടുംബജനങ്ങളുമായി സൗഹാർദ്ദം ഉണ്ടാകും. തൊഴിൽപരമായും വലിയ രീതിയിൽ ദോഷങ്ങളൊക്കെ സാധ്യതയില്ല.
ഒപ്പമുള്ള വ്യക്തികളിൽ നിന്നും വഞ്ചനാപരമായുള്ള പെരുമാറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദേഹത്തിൽ മുറിവോ ചതവോ സംഭവിക്കാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ പിൻവിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. തുലാം രാശി. ചിത്രാ നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിൽ നിലനിന്നിരുന്നതായ പ്രശ്നങ്ങൾക്ക് ശമനവും ഇഷ്ടബന്ധു ജനസമാഗമവും പ്രതീക്ഷിക്കാം. വാഹനം, ഭൂമി ഇവകളാൽ അഭിവൃദ്ധിയും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും വാരം ഗുണം ചെയ്യുന്നതായിരിക്കുന്ന സമയമാണ്. തൊഴിൽപരമായി പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികപരമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ശത്രുവർദ്ധനവ് ഉണ്ടാകുമെങ്കിൽ കൂടിയും കാര്യമായ രീതിയിൽ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലവിധ കാര്യങ്ങളാൽ മനസ്സമാധാനക്കുറവ് അനുഭവമാകാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും ഉണ്ടാകും. പുതിയ തൊഴിൽ പദ്ധതികൾ ഫലവത്താകുവാൻ ഇടയുണ്ട്. സാമ്പത്തികപരമായും വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കുന്ന സമയമാണ്. വിശേഷ സ്ഥാനമാന ലബ്ധിയും പ്രതീക്ഷിക്കാം. ദേശാന്തരഗമന പ്രാപ്തിക്ക് സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുവഴി ധനലാഭം ഉണ്ടാകുവാനും സാധിക്കും. ദുർജന സഹവാസത്താൽ അപകീർത്തി ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. പല പ്രകാരത്തിലുള്ളതായിരിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാകുവാനും സഹോദര സ്ഥാനീയരാൽ വിഷമതകൾ ഉണ്ടാകുവാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിയെങ്കിൽ കഠിന മധുര നിവേദ്യ സഹിതം രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് ഈ വാരം തൊഴിൽ രംഗം മെച്ചപ്പെടും. അകൽച്ചയിലുള്ള ബന്ധുക്കളുമായി പുനഃസമാഗമത്തിനും യോഗമുണ്ട്. സാമ്പത്തികമായി നിലനിന്നിരുന്നതായ പ്രശ്നങ്ങൾക്ക് ശമനം പ്രതീക്ഷിക്കാം. നീതിയുക്തമായ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും അപര്യാപ്തതകളെ അതിജീവിക്കുവാൻ ഉപകരിക്കും. രക്തസംബന്ധമായുള്ള അസുഖങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. തടസ്സങ്ങൾ കാണുമെങ്കിൽ കൂടിയും കലാരംഗത്തുള്ളവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കുന്ന സമയമാണ്. ദോഷപരിഹാരാർത്ഥമായി ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാട നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് ഈ വാരം രോഗാവസ്ഥകൾക്ക് ശമനം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായും വളരെയധികം ഗുണം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗുണം ചെയ്യുന്നതായിരിക്കുന്ന സമയമാണ്. ഊഹക്കച്ചവടത്തിൽ അഭിവൃദ്ധി, കോടതി കാര്യങ്ങളിൽ വിജയം എന്നിവയും ഉണ്ടാകും. കളത്ര വിരഹത്തിന് സാധ്യത കൂടുതലായി കാണുന്നതിനാൽ അനിയന്ത്രിതമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. നാൽക്കാലി നാശവും ബന്ധുവിയോഗവും ഫലം തന്നെയാണ്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ നീരാജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് ഈ വാരം വരുമാനം ഉണ്ടാകുമെങ്കിൽ കൂടിയും അനാവശ്യ ചെലവുകളാൽ ധനസ്തംഭനം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വാരം ദോഷമില്ല. തൊഴിൽപരമായി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായ സമയമാണ്. കുടുംബജന വിദ്വേഷവും ദാമ്പത്യപരമായുള്ളതായിരിക്കുന്ന വിഷമതകളും ഉണ്ടാക്കും. അതുവഴി മനസമാധാനക്കുറവിനും സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവിനെ പാൽപ്പായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്തരട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ നിന്നുമുള്ളതായുള്ള ആദായങ്ങൾ വർദ്ധിക്കും.
ആരോഗ്യസ്ഥിതി ഗുണപ്രദം, കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവസരമുണ്ടാകും. കുടുംബത്തിൽ നിന്നും വിദ്വേഷങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടിയും അവയെയെല്ലാം തരണം ചെയ്യുവാനും സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വാരം അത്ര കണ്ട് ഗുണപ്രദമല്ല. വിവാഹാദി കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. അതൃപ്തി വചനങ്ങൾ കേൾക്കേണ്ടി വന്നാലും പ്രതികരിക്കാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ അർച്ചന മുതലായുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ അനുഷ്ഠാനത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ വാരം ആത്മനിവേദനം എന്നുള്ളതായിരിക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ് നവതാഭക്തിയിലൂടെ പ്രതിപാദിക്കുന്നത്. ഏതൊരു ലക്ഷ്യതല പ്രാപ്തിക്കായാണോ നവതാഭക്തി തന്നെ വിധിക്കപ്പെട്ടിട്ടുള്ളത്, അതാണ് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപമാണ് ആത്മനിവേദനം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതു തരത്തിൽ തന്നെ പറഞ്ഞാലും ശരി, ഭക്തിയുടെ ലക്ഷ്യസ്ഥാനം തന്നെയാണ് ഈ ആത്മനിവേദനം. സകല ലോകത്തിൻ്റെയും ഈശ്വരനെ വിവിധ ദ്രവ്യങ്ങളെയും മറ്റും ഉപാധിയാക്കി നിവേദിച്ചിരിക്കുന്ന ഭക്തൻ വന്ദനദാസ്യ സഖ്യങ്ങളിലൊക്കെ വസിച്ച് ഒടുവിൽ ഇനി ഒന്നും സമർപ്പിക്കാനില്ലാത്തവനായി തന്നെ സ്വയം ഈശ്വരനിൽ സമർപ്പിക്കുകയാണ് ആത്മനിവേദനത്തിൽ ഉണ്ടാകുന്നത്. ഹേ ഭഗവൻ, അവിടുത്തേതു തന്നെയാണ് ഞാൻ എന്ന ഭാവത്തിൽ സർവവും അവിടെ സമർപ്പിക്കപ്പെടുന്നു. ഞാനിതുവരെ എൻ്റേതെന്നും ഞാനെന്നും കരുതിയിരുന്ന സകലവും വാസ്തവത്തിൽ ഹേ ഭഗവാനി അവിടുത്തേത് തന്നെ എന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഈ രീതിയിലുള്ള ഭക്തൻ്റെ പ്രാർത്ഥനയാണ് ആത്മനിവേദനം. ആത്മനിവേദനത്തിലൂടെ ഭക്തൻ നിർമ്മമനും നിരഹങ്കാരിയും ആകുന്നു. ഇത് തന്നെയാണ് സർവ സാധനകളുടെയും ഏകലക്ഷ്യവും. സർവ സാധനകളുടെയും ഏകലക്ഷ്യമായ ജ്ഞാനം തന്നെയാണ് ആത്മനിവേദനം. ഇവിടെ ശ്രവണം, അർച്ചനം മുതലായ പ്രാഥമിക സാധനങ്ങളെ അനുഷ്ഠിച്ച് ശരിയായുള്ള ഭക്തി നേടിയതായ ഒരു ഭക്തൻ വന്ദനം, ദാസ്യം, സഖ്യം എന്നീ തലങ്ങൾ കഴിഞ്ഞ് അതിനെ മുഴുവൻ അതിക്രമിച്ച് പരമമായ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയിരിക്കുന്നതാണ് ആത്മനിവേദനം എന്നതിനാൽ പറയപ്പെടുന്നത്. പരമാത്മതത്വം പൂർണ്ണമായും സാക്ഷാത്കരിച്ചിരിക്കുന്ന ജ്ഞാനി തന്നെയാണ് പരാഭക്തൻ. ഇവിടെ ഭക്തോത്തമൻ എന്ന് പറയുന്നത് സർവ ചരാചരങ്ങളെയെല്ലാം തന്നെ തന്നിൽ തന്നെ എല്ലാ കാര്യങ്ങളെയും, അതായത് സർവ ചരാചരങ്ങളെയും കാണുന്നവനെയാണ് ഭക്തോത്തമൻ എന്ന് പറയുന്നത്. ഞാൻ തന്നെ പരമാത്മാവ് എന്നും പരമാത്മാവ് തന്നെയാണ് സർവവും എന്നുമുള്ളതായ പരമജ്ഞാന തലത്തിലെത്തിയ ആളാണ് ഭക്തോത്തമൻ. ഈയൊരു പരമജ്ഞാനം തന്നെയാണ് മാനവജന്മ ലക്ഷ്യമായ മോക്ഷവും. ഇപ്രകാരം എല്ലാവിധ ദുഃഖങ്ങൾക്കും മോഹങ്ങൾക്കും ഉപരിയായുള്ള സ്ഥിതി തന്നെയാണ് ആത്മനിവേദനം എന്ന് കാണണം. ആത്മജ്ഞാനത്തിലേക്ക് ഒരാൾ പരമമായുള്ള ശാന്തിയാകുന്ന മുക്തിയിൽ എത്തുകയുള്ളൂ. ആത്മജ്ഞാനത്തിലെ ഒരാൾ പരമമായ ശാന്തിയാകുന്ന മുക്തിയിൽ എത്തിപ്പെടുകയുള്ളൂ. ഈയൊരു ആത്മലാഭത്തിൽ നമ്മെ എത്തിക്കുന്ന ഭക്തിമാർഗ വിധാനമാണ് നവതാഭക്തി. ഇവിടെ ഒരാൾ അനുഷ്ഠിക്കേണ്ടത് ശ്രവണം, കീർത്തനം മുതലായ അനുഷ്ഠാനങ്ങളാണ്. ഇവയിലൂടെ ക്രമമായി അജ്ഞാനനാശം വരുത്തുന്ന ആത്മനിവേദനമാകുന്ന പരമജ്ഞാനത്തിൽ എത്തുവാൻ കഴിയുകയും ചെയ്യുന്നു. ജ്യോതിഷവിധിയിലെ മൂന്നാം ഘട്ടമായ ഔഷധിയിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച ഔഷധിയിലൂടെ മുരിങ്ങയെക്കുറിച്ച് നമുക്ക് അടുത്തറിയാം. മുരിങ്ങേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് മുരിങ്ങ. പൂവുകളുടെ നിറത്തെ ആസ്പദമാക്കി 4 തരം മുരിങ്ങകളെ ആയുർവേദ ആചാര്യന്മാർ തരംതിരിച്ചിട്ടുണ്ട്. വെള്ള, മഞ്ഞ, നീല, ചുവപ്പ് എന്നീ പുഷ്പവർണ്ണങ്ങളാണ് ഇവ. കരിമുരിങ്ങ, ചെറുമുരിങ്ങ എന്നിങ്ങനെയുള്ള പേരുകളും ചില മുരിങ്ങയിലകൾക്ക് നൽകിയിട്ടുണ്ട്. അല്പം ചില വ്യത്യാസങ്ങൾ ഔഷധമൂല്യത്തിൽ ഉണ്ടാകാമെങ്കിൽ കൂടിയും കൂടുതലായും സാമ്യങ്ങളും ഐക്യരൂപവുമാണ് എല്ലാ മുരിങ്ങവർഗ്ഗങ്ങൾക്കും ഉള്ളത്. കടുകഷായ തിക്തരസവും രസഗുണവും ഉഷ്ണവീര്യവും വിഭാഗത്തിൽ കടുവും ആണ് മുരിങ്ങ. മുരിങ്ങയുടെ വേരും ഇലയും തൊലിയും കായും പൂവും എല്ലാം തന്നെ ഔഷധയോഗ്യങ്ങളാകുന്നു. വാതരോഗവേദന, നീര്, രക്തസമ്മർദ്ദം, മഹോദരം, കൃമി,
പ്ലീഹരോഗം, അപസ്മാരം, ഹിസ്റ്റീരിയ, നേത്ര ഉദര സംബന്ധമായുള്ള രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ വളരെയധികം ഔഷധയോഗ്യമാണ് മുരിങ്ങ. ഇവയുടെയെല്ലാം ചികിത്സയിൽ മുരിങ്ങയുടെ വിവിധ ഭാഗങ്ങൾക്ക് പ്രധാനമായുള്ള സ്ഥാനമുണ്ട്. മുരിങ്ങയുടെ ഇലയിൽ ജീവകം എയും സിയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ മുരിങ്ങയിലയുടെ കറി ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വേരിൽ ബാഷ്പശീല തൈലവും തൊലിയിൽ ആൽക്കലോയിഡും വിത്തിൽ എണ്ണയും ഇതിലുണ്ട്. വാതവേദന, നീര്, ആമവാദം എന്നിവയെല്ലാം തന്നെ ശമിക്കുവാൻ വിത്തിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ തേച്ച് ചൂട് പിടിപ്പിച്ചാൽ മതിയാകും. മുരിങ്ങയിലയും ഉപ്പും ചേർത്ത് അരച്ചിടുന്നതും വളരെയധികം ഗുണപ്രദമാണ്. ഇതിൻ്റെ വേര് അരച്ച് പോൾട്ടീസാക്കി ഇടുന്നത് നീരിന് വളരെയധികം ഗുണം ചെയ്യും. തലവേദന, കഫജമായ മറ്റു വേദനകൾ ഇവയെല്ലാം തന്നെ മാറുവാൻ മുരിങ്ങയുടെ ഉണങ്ങിയ കുരു വെള്ളത്തിലിട്ട് അരച്ച് നസ്യം ചെയ്താൽ മതിയാകും. ചൂടോടുകൂടി മുരിങ്ങയില നീരിൽ കുരുമുളക് അരച്ച് നെറ്റിയിൽ പുരട്ടുന്നതും വളരെയധികം ഫലപ്രദം തന്നെയാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ മുരിങ്ങയിലയ്ക്ക് അത്ഭുതകരമായുള്ള ശേഷിയുണ്ട്. ദിവസവും 8-10 ഗ്രാം മുരിങ്ങയില ഭക്ഷിക്കുക. 1/2 ഔൺസ് മുരിങ്ങയില നീർ ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ കഴിക്കുക. 3-4 ദിവസം തുടർച്ചയായി ഇങ്ങനെ ചെയ്യുന്നത് രക്താതിസമ്മർദ്ദം കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കും. അല്പം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഉപ്പ് ഉപേക്ഷിക്കേണ്ടതാണ്. ജ്യോതിഷവിധിയിലെ 4ാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച നെന്മാറിൽ നിന്നുമാണ് നമുക്ക് എഴുത്ത് വന്നിരിക്കുന്നത്. നെന്മാറിൽ നിന്നും മനോജാണ് നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത്. മനോജിൻ്റെ വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ജാതക ചർച്ചയെക്കുറിച്ചുമാണ് പ്രധാനമായി എഴുതിയിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് മനോജ്. എൻ്റെ ജാതകം ശുദ്ധജാതകമാണ്. എൻ്റെ ജാതകത്തോടുകൂടി ശുദ്ധജാതകം മാത്രമേ ചേർക്കാൻ പറ്റുകയുള്ളൂ, അതോ അരദോഷം ചേർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. കൂട്ടുദശാസന്ധി ദോഷമോ അല്ലെങ്കിൽ പൊരുത്തം ധാരാളമായോ ഉള്ള ജാതകങ്ങൾ, ഈ അരദോഷമുള്ളതായ ജാതകങ്ങൾ ഇതിനോടുകൂടി ചേർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദോഷമുണ്ടാകുമോ എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായും അറിയേണ്ടത്. അരദോഷമുള്ളതായിരിക്കുന്ന സ്ത്രീ ജാതകം എൻ്റെ ജാതകത്തോടുകൂടി ചേർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും പ്രധാനമായും അറിയണം എന്നുള്ളതാണ് മനോജ് പറഞ്ഞിരിക്കുന്നത്. 1159 കന്നിമാസം 26-ാം തീയതി, അതായത് 1983 ഒക്ടോബർ മാസം 12-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:05 മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ് മനോജ് ജനിച്ചിരിക്കുന്നത്. മനോജിൻ്റെ ജാതകപ്രകാരം ശുദ്ധജാതകം തന്നെയാണ്. ലഗ്നാൽ 7-ാം ഭാവവും ചന്ദ്രാൽ 7-ാം ഭാവവും ശുദ്ധമാണ്. ജാതകപ്രകാരം ശുക്രാൽ ഉഭയപാപിത്വ ദോഷമോ ചതുരശ്ര ദോഷമോ അങ്ങനെ യാതൊരുവിധ ദോഷങ്ങളും ജാതകത്തിൽ നിൽക്കുന്നില്ല. അതിനാൽ തന്നെ പൂർണ്ണമായും ശുദ്ധമായിരിക്കുന്ന ജാതകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോടുകൂടി ശുദ്ധജാതകം തന്നെ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുദശാദോഷമോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്തതോ പൊരുത്തം ധാരാളമായി ഉള്ളതുമായുള്ളതായിരിക്കുന്ന സ്ത്രീ ജാതകങ്ങൾ, അരദോഷമുള്ളതായ ജാതകങ്ങൾ ഇതിനോടുകൂടി ചേർത്തിയാലും ദോഷങ്ങൾ ഉണ്ടാകാനുള്ളതായിരിക്കണം സാധ്യത പറയുന്നുണ്ട്. സ്ത്രീ ജാതകപ്രകാരം ആ അരദോഷം ഒരു പക്ഷേ പുനർഭൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം പ്രാവശ്യം വെളുക്കപ്പെടുവാനോ, അതായത് കല്യാണം കഴിക്കുവാനോ, ഇല്ലെങ്കിൽ സൗമ്യ വീക്ഷിതി പ്രോഞ്ചിത എന്നുള്ള വിധി പ്രകാരം ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുവാനോ ഉള്ളതായിരിക്കുന്ന യോഗമായിരിക്കാം. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ആ യോഗമുള്ളതായ അവസ്ഥയിൽ നിങ്ങളുടെ ജാതകപ്രകാരം പൂർണ്ണമായും ശുദ്ധമായിരിക്കുന്ന ജാതകമായതിനാൽ ആ യോഗം ഫലവത്താകുവാനുള്ളതായിരിക്കുന്ന സാധ്യത പറയുന്നുണ്ട്. അതിനാൽ അരദോഷമുള്ളതായിരിക്കുന്ന ജാതകം പോലും ശുദ്ധജാതകത്തോടുകൂടി, പുരുഷൻ്റെ ശുദ്ധജാതകത്തോടു കൂടിയിട്ട് യോജിപ്പിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നുള്ളതാണ് അഭിപ്രായം. കൂട്ടുദശാകാര്യങ്ങളും അതിനും അത്രത്തോളം തന്നെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടുദശാസന്ധി ദോഷമില്ലാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. താങ്കളുടെ ജാതകപ്രകാരം 6 മാസം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് വിവാഹത്തിൻ്റെ പൂർണ്ണയോഗം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ധൃതി കൂട്ടേണ്ടതായിരിക്കുന്ന കാര്യം പ്രധാനമായിട്ടും ആവശ്യമില്ല. ഈ മെയ് മാസത്തിന് ശേഷമുള്ളതായിരിക്കുന്ന സമയം 1 വർഷത്തോളമുള്ളതായിരിക്കുന്ന കാലഘട്ടം ജാതകത്തിൽ പൂർണ്ണമായിട്ടും വിവാഹത്തിന് അനുയോജ്യമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുദശാസന്ധി ദോഷവും നോക്കുന്നതിനോടൊപ്പം തന്നെ പൊരുത്തത്തിൻ്റെ കാര്യം നോക്കുന്നതിനോടൊപ്പം തന്നെ ദോഷസാമ്യവും നോക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ശുദ്ധജാതകം തന്നെ പരമാവധി എടുക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
ഓരോരുത്തരുടെയും ജനനസമയമനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലമറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ, മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം: പാടൂർ ജ്യോത്സ്യൻ, KP ശ്രീവാസ്തവ്, SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.